ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രജനീസ് വേളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പനീർ കറിയാണ്. ഒരു പനീർ കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ എങ്ങനെ നമുക്ക് സാധിക്കും കാണിച്ചു തരാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ പനീർ കറിക്ക് എടുത്തിട്ടുള്ളത് 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പനീറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ ഓണിയൻ, പിന്നെ 3 കഷ്ണം വെളുത്തുള്ളി, ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ നമ്മൾക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ഫുൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ജീരകം, പിന്നെ പെരുംജീരകം, മല്ലിയില കാണിച്ചിട്ടില്ല. ഇത് ഒരു 10-15 കാഷ്യൂനട്ട് മിക്സിയിൽ അടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ഒന്ന് സ്മാഷ് ചെയ്ത് കൊണ്ടുവരാം. ആ ഒരു ബിഗ് ഒനിയനുള്ളത് പകുതി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുളകെല്ലാം ഇങ്ങനെ നീളത്തിൽ 4ആയി മുറിച്ച്, വലിയ മുളകായി 4ആയി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒനിയൻ പകുതിയും പിന്നെ ജിഞ്ചറും ഗാർലിക്കും കൂടെ മിക്സിയിൽ അടിച്ചതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 15 കാഷ്യൂനട്ട് ഉണ്ടായിരുന്നു, അത് മിക്സിയിൽ അരച്ചതാണ്. അപ്പോൾ ഞാൻ ഈ പനീറെല്ലാം ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ടൊമാറ്റോ വേണം. ഇത് ഇച്ചിരി വലിയ ടൊമാറ്റോ, അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, ഇതിന് 3/4 ഭാഗം എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ വേണം. അപ്പോൾ ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമ്മുടെ കടായി ചൂടാക്കാൻ വയ്ക്കുക. ഒരു 3 സ്പൂൺ എണ്ണ ഇതിലിട്ട് ഒഴിക്കുക. വെളിച്ചെണ്ണ നമുക്കിഷ്ടമുള്ള ഓയിൽ, നമ്മൾ ഏത് ഓയിൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഉപയോഗിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പനീർ വറുത്ത് പോരാം എണ്ണയിൽ. ഇടാൻ പറ്റത്തില്ലല്ലോ. ഒരു വശം നല്ലോണം എണ്ണയിലിട്ട് ഒന്ന് ചൂടായതിന് ശേഷം മറിച്ചിടാവും, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. കുറച്ചൊന്നൊരു ബ്രൗൺ നിറം ആയാൽ മതി. ഇതെങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ കറിയിലിട്ടാൽ പൊടിഞ്ഞു പോകാതിരിക്കാനാണ്. ആദ്യം തന്നെ പെരുംജീരകം പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ സബോള, അതിൻ്റെ പച്ചമുളക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്യാം. മസാലകൾ ഒന്നുകൂടി ഞാൻ പറയാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയേ ഉള്ളൂ. പിന്നെ ജീരകം, അത് ലാസ്റ്റ് ഇടാനുള്ളതാണ്. അപ്പോൾ ഈ സബോള ഒന്ന് കളർ മാറി ചെറുതായിട്ടൊരു ബ്രൗൺ നിറം വന്നാൽ മതി. പച്ചമുളകും ഒരുമാതിരി കഴിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ അരച്ച് വെച്ച ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നല്ലപോലെ വറ്റിച്ച് വരട്ടിയെടുക്കാം. എൻ്റെ അടുത്തിവിടെ സർവ്വസുഗന്ധിയുടെ ഇലയുണ്ട്, അത് 2-3 എണ്ണം ഇടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല മണം വരും. ഉള്ളവരിടാം, ഇല്ലെങ്കിൽ ബേ ലീഫ് ഇടാം. ഇതിന് പകരമായിട്ട് സർവ്വസുഗന്ധി നല്ലതാണ്, ഉള്ളവരിടുക. സർവ്വസുഗന്ധി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മുളക് പൊടി എല്ലാതും, ഈ ജീരകം ഒഴികെ ബാക്കിയെല്ലാം, ജീരകം ഇട്ടിട്ടില്ല, ജീരകം ഒരു നുള്ള് ജീരകം വേണ്ടു കേട്ടോ. ഇതെല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൊമാറ്റോ ഇടാം. ടൊമാറ്റോ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ടൊമാറ്റോ എല്ലാം നല്ലപോലെ അലുത്ത് കിട്ടും.
സ്മാഷായിട്ടില്ല. അപ്പം നമ്മളൊരു 1/2 കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വറ്റി വരട്ടിയത് പോലെ കിട്ടും. തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് ചെയ്യാം. ഈ ടൊമാറ്റോ ഒക്കെ നല്ലപോലെ വെന്ത് അലിഞ്ഞ് ഉടഞ്ഞ് ഗ്രേവി ആവണം. വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 സ്പൂൺ പാകത്തിന് ഉപ്പ്, നമ്മൾക്ക് എത്ര ഉപ്പ് ആവശ്യമുള്ള വെച്ചാൽ അതുപോലെ ഞാനൊരു 1/4 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് ഇതൊന്ന് കയ്യിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. മസാലയെല്ലാം ഒരുമാതിരി വരട്ടിയ പോലെ ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം, ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് കറിയിലേക്ക്. ഒരു 1/2 കപ്പ് വെള്ളം, 1 കപ്പ് നിറച്ച് വേണമെന്നില്ല. 1/2 കപ്പ് വെള്ളം ഒഴിക്കുക, ഗ്രേവി ആക്കുക. ഇനി നമ്മൾക്ക് ഈ പനീരെല്ലാം ഇതിലേക്കിടാം. ഒന്ന് സിമ്മിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അനുവദിക്കാം. കാരണം ഈ പനീറിലെല്ലാം ഉപ്പില്ലാത്തതല്ലേ, അപ്പോൾ ഈ കറിയിൽ നിന്ന് ഉപ്പ് പിടിക്കും. നമുക്കിതിലത്തെ ഇലകളൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. 3 സർവ്വസുഗന്ധിയുടെ ഇലയാണ് ഞാനിതിലിട്ടത്. ഇലയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്കിതിൽ അരച്ച് വെച്ച കശുവണ്ടിയുടെ ജ്യൂസ് ഒഴിക്കാം. ഇനി അവസാനം ഒരു മിനിറ്റ് വഴിയുണ്ട്. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിക്കാം, അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് പാലൊഴിക്കാം ഇതിൽ. ഇതെല്ലാം ഒരു പ്രത്യേക ടിപ്സാണ് കേട്ടോ. ഇത് ഒഴിച്ചാൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഇടാം. ഇന്ന് എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ല, അപ്പോൾ ഞാൻ പശുവും പാലാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഏത് പാലായാലും കുഴപ്പമില്ല. പാലൊഴിച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഇതുപോലുള്ള ടേസ്റ്റുള്ള കറികൾ ഇനി പുറകെ വരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വെറൈറ്റി കറികൾ ഞാനിതിൽ പിന്നാലെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നല്ല ടേസ്റ്റി കറിയാണ്. ചപ്പാത്തി അതുപോലെ എല്ലാത്തിനും, ചോറിനും ചപ്പാത്തിക്കും എല്ലാ സംഗതിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ആ ജീരകം ചെറുതായിട്ട് തിരുമിയിട്ട് അതിൻ്റെ മുകളിലിട്ടു, കുറച്ച് മല്ലിയില ഇട്ടു, സ്റ്റൗ ഓഫ് ചെയ്തു. നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ പനീർ കറി സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും കാണുക. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ നമ്മൾക്ക് വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. അതുപോലെയുള്ളൊരു കറിയാണ്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.